ഹലോ, ഇന്ന് ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് പുറത്ത് പോകാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഞങ്ങൾ ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അനിയത്തിയും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ചുമ്മാ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ തകൃതിയായിട്ട് പുറപ്പെടുമ്പോൾ പുള്ളിക്കാരി ഇടയിൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ ശല്യപ്പെടുത്താം. അപ്പോൾ ഞാൻ അങ്ങനെ പറയാം, ക്യാമറ വെച്ചിട്ടുണ്ട്, വെറുതെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞ് സാധാ നമ്മൾ മേക്കപ്പൊന്നും വലിയ കാര്യത്തില്ല, സൺസ്ക്രീൻ ഇടും, പൗഡർ ഇടും, ഐലൈനർ എഴുതും, ഇതൊക്കെ തന്നെ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ അമ്മയും ഞാനും ഉണ്ട് പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മയും പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ ബ്യൂട്ടി പാർലറിലേക്ക് എത്തി. പിന്നെ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കഴിഞ്ഞു, പിന്നെ അനിയത്തി ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവളുടെ കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു, നന്നായി വേദനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഫൈനൽ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്നൊക്കെ വാങ്ങി. പിന്നെ അവിടുന്ന് അൽഫാം വേണമെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ കൊണ്ടൊരു ബേക്കറി കയറി. എന്നിട്ട് അവൾ എക്സാമിന് പഠിക്കണ പോലെ ആ മെനു കാർഡ് വായിക്കണ്ടായിരുന്നു. എന്തായാലും അൽഫാം ഓർഡർ ചെയ്യാമെന്ന് അവൾക്കും അറിയാം, എനിക്കും അറിയാം. എന്നാലും വെറുതെ രസത്തിന് ഒരു പട്ടിഷോവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഒട്ടും കുറയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും എടുത്ത് നോക്കുക ഇവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയാം. കാരണം വെയിറ്റർ വരണവരെ നമുക്ക് ടൈം പാസ് വേണ്ടേ. അപ്പോൾ അങ്ങനെ നോക്കി നോക്കി പുതിയ സംഭവങ്ങളൊക്കെ വല്ലതും വന്നിട്ടുണ്ടോ നോക്കി, ഒന്നുമില്ല. അപ്പോൾ പിന്നെ അൽഫാം ഓർഡർ ചെയ്ത് പിന്നെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്നു, സമയം പോണ്ടേ. പിന്നെ അപ്പോഴേക്കും ആൾ വേറെ എന്തെങ്കിലും വേണോ ചോദിച്ചപ്പോൾ ഒരു റോസ് മിൽക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാത്തിരുന്ന് അങ്ങനെ അൽഫാം വന്നു. അപ്പോൾ അവൾ ആദ്യം കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര കാര്യത്തിൽ പോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ വീഡിയോ എടുത്ത് തന്നു. അപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു അൽഫാമായിരുന്നു. ഞാൻ വലിയ അൽഫാം ഫാൻ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഒരു വശമൊക്കെ കഴിക്കാം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി, ഞങ്ങൾ നടക്കാൻ പോവാണ്. അപ്പോൾ ഞാനുണ്ട്, അമ്മയുണ്ട്, അപ്പുറത്തെ ചേച്ചിയുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി നടക്കാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ അപ്പോൾ പ്രകൃതി രമണീയമായ സ്ഥലം കാണിച്ചു തരാമെന്ന് വെച്ച് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതിലൂടെ നടക്കുമ്പോൾ നല്ല റിലാക്സേഷനാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ ഇന്നും നടക്കാൻ പോവും. ചില ദിവസങ്ങളിലൊക്കെ പോയില്ല കേട്ടോ, മഴ ആയതുകൊണ്ട് ചില ദിവസങ്ങളിൽ നടക്കാൻ പോകാൻ പറ്റാറില്ല. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഫേമസായ അമ്പലമാണ് വില്വാദ്രിനാഥ ക്ഷേത്രം. അപ്പോൾ ആ ഒരു അമ്പലത്തിലേക്ക് പോണ വഴിയാണ് നേരത്തെ കണ്ടത്. പിന്നെയും ഞാൻ നടന്ന് നമ്മൾ എത്താറായിട്ടില്ല, നമ്മളിപ്പം നടന്ന് പകുതി എത്തിയിട്ടുള്ളൂ, വീട്ടിലേക്ക് എത്താറായിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാനും കുറേ കോപ്രാട്ടങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെയും കുറേ പശുക്കളൊക്കെ കണ്ടപ്പോൾ പിന്നെയും വീഡിയോ എടുത്തു. പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ വീടെത്താറായി. പിന്നെ കുറച്ചും കൂടി നടന്നപ്പോൾ അടുത്ത അമ്പലമെത്തി. ഇത് പറക്കോട്ടുകാവാണ്. പിന്നെ ഇങ്ങനത്തെ മൂരി ഞങ്ങളുടെ നാട്ടിൽ കുറേ എണ്ണം ഉണ്ട്. പിന്നെ ഇങ്ങനെ നടന്ന് കുറേ നേരമായി, ഇരുട്ടാവാറായി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നടത്തത്തിൻ്റെ സ്പീഡൊന്ന് ചെറുതായിട്ട് കൂട്ടി. പിന്നെ ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് വഴിയിൽ കാണുന്നത് ഞാൻ പഠിച്ച സ്കൂള്. ഞാൻ 10th വരെ പഠിച്ച സ്കൂളാണ്, 7th ഡേ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സ്കൂളിൻ്റെ 2-3 ക്ലിപ്പിങ്സ് എടുത്തു. പിന്നെ വീടെത്തിയപ്പോഴേക്കും കുറച്ച് രാത്രിയായി. അപ്പോൾ ടാറ്റാ ബൈ ബൈ.